ഹായ് നമസ്കാരം. വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ആൻഡ് ടേൽസ് വിത്ത് സുധ. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അതെ, ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്ന എൻ്റെ ഒരു വലിയ സന്തോഷം, എൻ്റെ ഒരു ബിഗ് മൊമെൻറ്റ് എല്ലാവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യാനാണ് കേട്ടോ. വേറൊന്നുമല്ല, നമ്മുടെ ചാനലിൽ മോണിറ്റൈസേഷൻ ആയത് ഫെബ്രുവരിയാണ്. പക്ഷേ നമ്മൾ ചാനൽ മോണിറ്റൈസേഷനാണ് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4000 വാച്ച് അവേഴ്സും 1000 സബ്സ്ക്രൈബേഴ്സുമാണ് ഫുൾ മോണിറ്റൈസേഷൻ ആകുന്നത്. ആ ക്രൈറ്റീരിയ ഞാൻ ഓൾറെഡി ഫെബ്രുവരിയിൽ മീറ്റ് ചെയ്തായിരുന്നു. പക്ഷേ എൻ്റെ ഏണിങ്സ് എനിക്ക് കിട്ടാനെല്ലാം റെഡി ആയത് ഈ മാസമാണ്. അപ്പോൾ അതും കൂടെ ഒന്ന് സെറ്റായിട്ട് ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതേവരെ വീഡിയോ ചെയ്യാതിരുന്നത്. അപ്പോൾ വളരെ സന്തോഷം. എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും 1000 നന്ദി ഞാൻ പറയുവാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു യൂട്യൂബ് ക്രിയേറ്ററിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സബ്സ്ക്രൈബേഴ്സാണ് ഏറ്റവും വലുത്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ സപ്പോർട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബിൽ ഒരിക്കലും സക്സസ് ആകാൻ പറ്റുന്നില്ല. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ചാനലിലൊരു ബിഗ് പാർട്ടാണ്. അപ്പോൾ ഐ എം സോ താങ്ക്ഫുൾ. അതാണ് എൻ്റെ മെയിൻ ഇന്നത്തെ വീഡിയോയുടെ ഇൻറ്റൻഷൻ. പിന്നെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു യൂട്യൂബ് ജേർണി, അതിനുശേഷം ഞാൻ എന്തൊക്കെ പൊട്ടത്തരങ്ങളാണ് എൻ്റെ യൂട്യൂബിൽ ചെയ്തതെന്നും നിങ്ങൾ എന്തൊക്കെ ചെയ്യാതിരിക്കണമെന്നും, ഞാൻ എൻ്റെ ചാനൽ ഗ്രോത്തിന് വേണ്ടി ഞാൻ എന്തിനൊക്കെയാണ് ശ്രദ്ധിച്ചതെന്നും എന്തൊക്കെയാണ് ഞാൻ ചെയ്തതെന്നും, എൻ്റെ ചാനലിന് വേണ്ടിയിട്ട് ഞാൻ വർക്ക് ചെയ്തതും ഞാൻ എന്തൊക്കെ ഒരു റുട്ടീനാണ് പാലിച്ചതെന്നും, പിന്നെ എനിക്ക് എത്രയാണ് എൻ്റെ ആദ്യത്തെ ഇൻകവും, ഇത്രയും കാര്യങ്ങളാണ് ഞാൻ എൻ്റെ ഇന്നത്തെ വീഡിയോയിൽ കൂടെ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യണമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഐ ആം ഷുവർ ആർക്കെങ്കിലും ഒക്കെ ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആകും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും അറിയാതെ വന്ന എൻ്റെ ചാനൽ ഞാൻ വിതിൻ 5 to 6 months ആയില്ല, 6 monthsനുള്ളിൽ മോണിറ്റൈസേഷൻ ആകുന്നത്. പുറത്ത് വെരി ബിഗ് യൂട്യൂബ് ക്രിയേറ്റേഴ്സൊക്കെ ശരിക്കും വേണമെങ്കിൽ അവർ 3 മാസം കൊണ്ടൊക്കെ അല്ലെങ്കിൽ 1 മാസം കൊണ്ടൊക്കെ ക്രൈറ്റീരിയ മീറ്റ് ചെയ്ത് മോണിറ്റൈസേഷൻ ആയവരുണ്ടായിരിക്കും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്നെ പോലെ ഒരു ഫുൾ ടൈം ജോലിയും ബാക്കിയുള്ള കാര്യങ്ങളും ഫാമിലിയും എല്ലാം വച്ചുകൊണ്ട് എൻ്റെ ചാനൽ ഞാൻ ഈ ഒരു 5 മാസം കൊണ്ട് മോണിറ്റൈസേഷൻ ആക്കി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ പോലെ എനിക്കറിയാം എൻ്റെ അതേ രീതിയിൽ കടന്നു പോകുന്ന മോണിറ്റൈസേഷൻ ജീവിതത്തിൽ അത്യാവശ്യമാണ് എന്നുള്ള രീതിയിലുള്ള ഒരുപാട് ആൾക്കാർ പുറത്തുണ്ട്. അപ്പം ഞാൻ ചെയ്ത കാര്യങ്ങൾ ആർക്കെങ്കിലും ഒരാൾക്ക് ഉപകാരപ്പെടുവാണെങ്കിൽ ഐ വിൽ ബി സോ ഹാപ്പി. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഞാൻ എൻ്റെ യൂട്യൂബ് ജേർണിയെ പറ്റി പറയാം. എൻ്റെ ചാനൽ 2011 തുടങ്ങിയത്. പക്ഷെ ഞാൻ ചാനലിൽ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായില്ല. ആദ്യത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് 2024 ഓഗസ്റ്റ് 7th or 8th എൻ്റെ ഫസ്റ്റ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്ലോഡ് ചെയ്ത വീഡിയോ പോയി നോക്കിയാൽ തന്നെ അറിയാം എനിക്ക് എന്ത് വിവരം ഉണ്ടായിരുന്നു ആ സമയത്ത് എന്നുള്ളത്. ഒന്നും അറിയത്തില്ലായിരുന്നു. ആ ഒരു ലോങ് വീഡിയോ 13 മിനിറ്റുള്ള ഒരു ലോങ് വീഡിയോ ഞാൻ ഷോർട്ട് വീഡിയോയുടെ റേഷ്യോ പിടിച്ച് ആ രീതിയിൽ മൊബൈൽ പിടിച്ചിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്തത്. എനിക്കതിപ്പോൾ ഓർക്കുമ്പോൾ എന്നോട് തന്നെ ഒരു ഇത് തോന്നുന്നു. പക്ഷെ അത് നിങ്ങളോട് ഞാൻ പറയുന്നതിൻ്റെ കാര്യം, അവിടെ നിന്ന് അത്രയും വിവരം യൂട്യൂബിനെ പറ്റി ഇല്ലാതിരുന്ന ഒരു ഞാനാണ് എൻ്റെ ചാനൽ 5 months കൊണ്ട് മോണിറ്റൈസേഷൻ ആക്കിയത്. അപ്പം പുറത്തുള്ള എന്നെപ്പോലുള്ള ഏതൊരാൾക്കും ഹാർഡ് വർക്കും കോൺസെൻട്രേഷനും കൺസിസ്റ്റൻസിയും കൊണ്ട് നമ്മുടെ ചാനൽ സക്സസ്ഫുൾ ആക്കാൻ പറ്റും. അതാണ് ഞാനിവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് പറയുന്നത്. ഇപ്പം ഞാൻ യൂട്യൂബ് മാത്രം ഫുൾ ടൈം ചെയ്യുന്ന ഒരാളല്ല. ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ജോലിയുണ്ട്, എനിക്കൊരു ഫാമിലി ഉണ്ട്, പിന്നെ മറ്റുള്ളവരെ പോലെ എല്ലാ വിധത്തിലുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഹെൽത്ത് ഇഷ്യൂസും എല്ലാം ഉള്ള ആൾ തന്നെയാണ്. അതിൻ്റെയൊക്കെ ഇടയ്ക്ക് കൂടി ഞാൻ ഇത്രയും ഇതായിട്ട് 5 മാസം കൊണ്ട് എൻ്റെ ചാനൽ ഞാൻ മോണിറ്റൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ ബിലീവ് എവറിബഡി ഔട്ട് ദെയർ, നിങ്ങൾ അതിൻ്റെ ആ ഒരു സീരിയസ്നെസ് എടുത്ത് വർക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്കും അത് സാധിക്കും. അപ്പം ഇനി എൻ്റെ ചാനലിൽ ഞാൻ ചെയ്ത പൊട്ടത്തരങ്ങൾ, ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, വീഡിയോ അപ്ലോഡ് ചെയ്യാൻ എനിക്കറിയത്തില്ലായിരുന്നു. തംബ്നെയിലിന് എന്ത് ഇമ്പാക്റ്റ് നമ്മുടെ വീഡിയോയ്ക്ക് ഉണ്ടാക്കാമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. പിന്നെ ഞാനാണെങ്കിൽ ആദ്യം തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യും യൂട്യൂബിൽ, എന്നിട്ട് അതിൻ്റെ ലിങ്ക് എടുത്തിട്ട് എൻ്റെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ അയച്ചു, അയ്യോ ഇതൊന്ന് വാച്ച് ചെയ്ത് തരണം അങ്ങനെ പറഞ്ഞിട്ട് എന്നെ ഒന്ന് അങ്ങനെയൊക്കെ ഞാൻ ആദ്യമൊക്കെ എനിക്കിത് അറിയത്തില്ലായിരുന്നു, ഇതൊന്നും നമ്മൾ ചെയ്യരുതാത്ത കാര്യങ്ങളാണെന്ന്. പക്ഷെ കുറെ നാൾ കഴിഞ്ഞപ്പോൾ ഞാനിത് പഠിച്ചു. എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ചെയ്തു തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് അതിലുണ്ടാവുന്ന ആ ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അതിലുണ്ടാവുന്ന ഒരു ഇൻട്രസ്റ്റ്, ആ ഇൻട്രസ്റ്റ് എപ്പോഴും നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാകും. അങ്ങനെ നമ്മൾ ശരിക്കും സീരിയസ് ആയിട്ട് നമ്മുടെ ചാനൽ ഗ്രോ ചെയ്യണം, നമ്മുടെ ചാനൽ എപ്പോഴും എന്ത് ചെയ്താലും ഗ്രോ ചെയ്യും, അങ്ങനെ നമ്മൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ
നമ്മുടെ ചാനൽ എന്തായാലും സക്സസ്ഫുൾ ആകും. അതിൽ ബെസ്റ്റ് എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞതുപോലെ ഒന്നും അറിയാതെ വന്നിട്ട് ഞാൻ 5 മാസം കൊണ്ട് എൻ്റെ ചാനൽ മോണിറ്റൈസ് ആക്കിയെങ്കിൽ ഏതൊരാൾക്കും ഇത് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഗീവ് അപ്പ് ചെയ്യരുത്. നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ 100% മനസ്സ് കൊടുക്കുക, ചെയ്യുന്ന കാര്യത്തിൽ കൺസിസ്റ്റൻസി ഉണ്ടാക്കുക, ക്ലാരിറ്റി ഉണ്ടാക്കുക, അങ്ങനെ ചെയ്യണം. അങ്ങനെ ചെയ്യാതിരുന്നാൽ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആകാൻ പറ്റത്തില്ല. നിങ്ങളുടെ യൂട്യൂബ് നിങ്ങളുടെ പ്ലാറ്റ്ഫോം അല്ല. അങ്ങനെ തന്നെ ഞാൻ പറയും. നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ ക്ലാരിറ്റി, കൺസിസ്റ്റൻസി, പിന്നെ നിങ്ങൾ ചെയ്യുന്ന കാര്യത്തോട് നിങ്ങൾ അതിനെ സ്നേഹിക്കണം. നിങ്ങൾ യൂട്യൂബർ ആണെങ്കിൽ ആ യൂട്യൂബിനെ നിങ്ങൾ ലവ് ചെയ്യണം. നിങ്ങൾ ഒരിക്കലും ഗീവ് അപ്പ് ചെയ്യണം, അയ്യോ ഇത് അങ്ങനെ ഒരിക്കലും നെഗറ്റീവ് പാടില്ല. യു വിൽ ബി സോ പോസിറ്റീവ്. നമ്മൾ എന്ത് ചെറിയ കാര്യം ചെയ്യുകയാണെങ്കിൽ അത് നമ്മളെ സംബന്ധിച്ചും നമ്മുടെ ചാനലിനെ സംബന്ധിച്ചും ഒരു ബിഗ് സ്റ്റെപ്പാണ് ഞാൻ ചെയ്യണമെന്നുള്ള ആ ഒരു കോൺഫിഡൻസോടുകൂടി നിങ്ങൾ ചെയ്യണം. അതാണ് ഒന്നാമത്തെ കാര്യം ഒരു യൂട്യൂബറിന് വേണ്ടത്. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മളൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ചാനലിൽ വേണ്ടിയിട്ടുള്ള കറക്റ്റായിട്ടുള്ള സെറ്റിങ്സ് അത് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യണം. അല്ലെങ്കിൽ ഒരിക്കലും നമ്മുടെ ചാനൽ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യത്തില്ല. ഇനിയിപ്പോൾ സെറ്റിങ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ അതെല്ലാം പറയാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഇന്ന് ഒരു ദിവസം മുഴുവൻ ഷൂട്ട് ചെയ്താലും തീരത്തില്ല. പക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ വന്ന് ചോദിച്ചാൽ എനിക്കറിയാം. ഞാൻ വലിയ യൂട്യൂബ് ടെക്കൊന്നും അല്ല, അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ എപ്പോഴും ഷെയർ ചെയ്യാൻ വില്ലിങ് ആണ്. ചോദിച്ചോളൂ, ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും കൺസിസ്റ്റൻസി ഈസ് എ മെയിൻ ആൻഡ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ ദ യൂട്യൂബ്. അപ്പോൾ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 2 വീഡിയോ ലോങ് വീഡിയോ ഒരാഴ്ച ഇടുന്നുള്ളൂ. ആ 2 വീഡിയോ ഇടുന്ന കറക്റ്റ് ദിവസത്തെ കറക്റ്റ് സമയം. ഇപ്പം നിങ്ങൾ മൺഡേയും ഫ്രൈഡേയും മാത്രമേ വീഡിയോ ഇടാൻ പറ്റുന്നുള്ളൂ, അത് മതി. പക്ഷെ അത് കറക്റ്റ് സമയത്തും കറക്റ്റ് ദിവസങ്ങളും. ഇന്ന് ഈ ആഴ്ച കൊണ്ട് തിങ്കളാഴ്ച ഇട്ട് പിന്നത്തെ ആഴ്ച കൊണ്ട് ബുധനാഴ്ച ഇട്ട് അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. പിന്നെ ലോങ് വീഡിയോ ഇടാത്ത സമയത്തും നിങ്ങൾ പറ്റുമെങ്കിൽ ഒരു ഷോർട്ടെങ്കിലും ഒരു ദിവസം ഇടുക. ഷോർട്ടാണ് നമ്മുടെ ചാനൽ മറ്റുള്ളവരിലേക്ക് റീച്ച് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഷോർട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടും, നമ്മുടെ ചാനൽ മറ്റുള്ളവരിലേക്ക് റീച്ച് ആകും. അതുകൊണ്ട് ഷോർട്സ് മസ്റ്റ് ആയിട്ട് ഇടണം. അതും എല്ലാ ദിവസവും ഒരു ഷോർട്ട് ഇടാൻ പറ്റുവാണെങ്കിൽ അത് നിങ്ങളുടെ ചാനലിൽ ഒരുപാട് നല്ല കാര്യമായിരിക്കും. പിന്നെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇടുന്ന ചാനലിൽ ഇപ്പോൾ ലോങ് വീഡിയോ ഇടുവാണെങ്കിൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കുകയാണെങ്കിൽ നമ്മളത് നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയുടെ ലൈബ്രറിയിൽ പോയിട്ട് മാത്രം സോങ്സ് എടുത്തിട്ട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കുക. അല്ലെങ്കിൽ നമുക്കതിന് ഇത് കിട്ടും, എന്താ പറയുന്നത്, യൂട്യൂബ് സ്ട്രൈക്ക് തരും, പ്രോബ്ലം ആവും. പിന്നെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ പോയിട്ട് ഓരോരോ വീഡിയോ കണ്ടിട്ട് അതെടുത്ത് നമ്മൾ ഒരു കാരണവശാലും നമ്മുടെ ചാനലിൽ കൊണ്ടുവന്ന് അപ്ലോഡ് ചെയ്യരുത്. അങ്ങനെ ചെയ്താലും നമ്മുടെ ചാനലിൽ അത് ഭയങ്കരമായിട്ടും നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്തിട്ടുള്ളൂ. പിന്നെ നിങ്ങളുടെ വീഡിയോ എപ്പോഴും അത്യാവശ്യം ക്ലാരിറ്റിയുള്ള ഒരു മൊബൈൽ എടുത്ത് ഷൂട്ട് ചെയ്യുക. ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ ഒരാൾ നമ്മുടെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോയിൽ എന്തെങ്കിലും ഉണ്ടായിരിക്കണം. ഇപ്പം ഞാനൊരാളുടെ വീഡിയോ കാണുവാണ്, എനിക്കതിലൊരു ഇൻട്രസ്റ്റ് തോന്നിയാൽ മാത്രമേ ഞാനത് കാണത്തുള്ളൂ. അപ്പം ഞാനാണ് സബ്സ്ക്രൈബർ എന്ന് വിചാരിച്ചിട്ട് വേണം നിങ്ങൾ എപ്പോഴും നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട്. ക്ലാരിറ്റിയുള്ള ഫോൺ കൊണ്ട് അപ്ലോഡ് ചെയ്തിട്ട് അത് നല്ല വെളിച്ചമുള്ള സമയത്ത്, നല്ല പകലാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നല്ല വെളിച്ചമുള്ള സ്ഥലത്ത് നിന്നും വീഡിയോ മാക്സിമം ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് അതിന് നല്ലൊരു തമ്പനയിൽ നല്ല ക്ലാരിറ്റി ഉള്ളതും എന്നാൽ ഒരു ഹുക്ക് ഇട്ടിട്ട് ഇതിനകത്ത് എന്താണ് എന്ന് ആൾക്കാർക്ക് തുറന്നു നോക്കാനുള്ള രീതിയിലുള്ള ഒരു തമ്പനയിൽ ഒരു ക്യാപ്ഷനും, ഇത്രയും കാര്യങ്ങൾ നമ്മുടെ വീഡിയോയ്ക്ക് ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ യൂട്യൂബിൽ മോർ ദാൻ ഹാവ് സക്സസ്ഫുൾ ആയി കഴിഞ്ഞു. ഇതിൽ ഏറ്റവും മെയിനായിട്ട് ഞാൻ പിന്നെയും പറയുവാണ് കൺസിസ്റ്റൻസി, ക്ലാരിറ്റി. പിന്നെ നമ്മുടെ ചാനലിൻ്റെ ബേസ്. ഒരുപാട് വെറൈറ്റി ഓഫ് ദ ചാനലുണ്ട്. കുക്കിംഗ് ചാനലുണ്ട്, ടീച്ചിങ് ചാനലുണ്ട്, ടെക് ചാനലുണ്ട്. പക്ഷെ ഒരേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഏതിലാണോ ചാനലിൽ ഏത് രീതിയിലുള്ള വീഡിയോ ആണോ ചെയ്യുന്നത് ആ വീഡിയോ, ഇപ്പോൾ കുക്കിംഗ് ആണെങ്കിൽ കുക്കിംഗ്, ടെക് ചാനലാണ് ടെക് ചാനൽ, ടീച്ചിങ് ആണെങ്കിൽ അതിൽ നിങ്ങൾ കണ്ടിന്യൂറ്റി കീപ്പ് ചെയ്യണം. അല്ലാതെ ഒരു ദിവസം ടെക്ക് ചെയ്തു, രണ്ടാമത്തെ ദിവസം കുക്കിംഗ് ചെയ്തു, മൂന്നാമത്തെ ദിവസം പോയിട്ട് ടീച്ചിങ് ചെയ്തു, അത് നമ്മുടെ ഭയങ്കരമായിട്ട് നമ്മുടെ യൂട്യൂബ് ആൽഗോരിതത്തിനെ നമ്മൾ ഭയങ്കരമായിട്ടും കൺഫ്യൂസ് ചെയ്യിപ്പിക്കുകയായിരുന്നു. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ചാനൽ ഒരിക്കലും പ്രോപ്പറായിട്ട് റെക്കമെൻഡേഷൻ കിട്ടത്തില്ല. അപ്പം പറയുവാണെങ്കിൽ നിങ്ങൾ സംസാരിക്കാനും ചെയ്യാനും നിങ്ങൾക്ക് ഏതിലാണോ കോൺഫിഡൻസ് ഉള്ളത് അത് നിങ്ങളുടെ ചാനൽ ബേസ്. നിങ്ങൾ കുക്കിങ്ങിലാണോ നല്ലത്, നിങ്ങൾ ടീച്ചിങ്ങിലാണോ നല്ലത്, അത് നിങ്ങളുടെ ചാനൽ ബേസ് ആയിട്ട് എടുക്കുക. എന്നിട്ട് അതിനനുസരിച്ച് നമ്മുടെ കോൺഫിഡൻസ് നമ്മളാണ് പ്രസന്റ് ചെയ്യുന്നത്. എൻഡ് ഓഫ് ദി ഡേ നമ്മുടെ യൂട്യൂബ് ചാനൽ നമ്മളാണ് കൈകാര്യം, നമ്മുടെ വേറെ ആരുമല്ല നമുക്കൊന്നും ചെയ്തു തരും. അപ്പം നമ്മൾ എന്തിലാണോ കോൺഫിഡൻസ് ആ കോൺഫിഡൻസ് നമ്മുടെ ചാനലിലും കാണും.
അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ആ ഒരു കൺസിസ്റ്റൻസിയിലും നമ്മുടെ ആ ഒരു കണ്ടിന്യൂറ്റി നമ്മൾ കീപ്പ് ചെയ്യണം. പിന്നെ നമ്മൾ ബാക്കിയുള്ള പ്ലാറ്റ്ഫോമിൽ പോയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞെന്ന് തോന്നുന്നു, ഒരു വീഡിയോ എടുത്തിട്ട് നമ്മുടെ ചാനലിൽ കൊണ്ടുവന്ന് അപ്ലോഡ് ചെയ്തും ചാനലിൽ സ്ട്രൈക്ക് കിട്ടും. 3 പ്രാവശ്യം സ്ട്രൈക്ക് കിട്ടിയാൽ നമ്മുടെ ചാനൽ ഡിലീറ്റ് ചെയ്തു പോവുകയും ചെയ്യും. അത്രയും കാര്യങ്ങൾ. പിന്നെ നമ്മൾ വോയിസ് ഓവർ ആണ് കൊടുക്കുന്നതെങ്കിലും മലയാളത്തിലാണെങ്കിലും ഇംഗ്ലീഷിലാണെങ്കിലും നല്ല ക്ലാരിറ്റി ആയിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക. ഒരു മൈക്രോഫോണോ അല്ല മൈക്രോഫോൺ ഇല്ലെങ്കിലും ഞാൻ മിക്കവാറും എൻ്റെ ഓഡിയോ വീഡിയോ വോയിസ് ഓവർ കൊടുക്കുക എൻ്റെ ഫോണിൽ നിന്ന് ഡയറക്റ്റ് കൊടുക്കുക ചെയ്യുന്നത്. ക്ലാരിറ്റിയോടുകൂടി സംസാരിക്കണം, മറ്റുള്ളവർക്ക് മനസ്സിലാവണം നമ്മൾ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നതെങ്കിലും. പിന്നെ ചിലർക്കൊക്കെ ചിലപ്പോൾ ഞാനൊക്കെ ഇത്തിരിയൊക്കെ എൻ്റെ ആ ഒരു നാട്ടിലുള്ള ആ ഒരു സ്ഥലത്ത് പ്രത്യേകിച്ച് സ്ഥലത്ത് ഓരോരോ വേർഡൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് കമൻ്റ് ഒക്കെ വരാറുണ്ട്, അങ്ങനെയല്ലല്ലോ ഇങ്ങനെ. പക്ഷെ അത് നമ്മൾ ഓരോ സ്ഥലത്തും താമസിക്കുമ്പോൾ ഓരോ സാധനങ്ങളെ നമ്മൾ അത് വേറെ രീതിയിലുള്ള പേരിട്ടായിരിക്കും. അതൊക്കെ കോമൺ ആണ്. ആൾക്കാർ നെഗറ്റീവ് കമന്റ് ഇട്ടെന്ന് പറഞ്ഞോ അല്ലാതെ അതിനൊന്നും നമ്മൾ സ്ട്രെസ് ചെയ്യാൻ നിൽക്കരുത്. നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ കോൺഫിഡൻസ് ആയിട്ട് നന്നായിട്ട് ചെയ്യുക, 100% മൈൻഡ് ഇട്ട് നമ്മൾ ചെയ്യുക. അതാണ് നമ്മൾ യൂട്യൂബിൽ ചെയ്യേണ്ടത്. പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഹാഫ് മോണിറ്റൈസേഷൻ ആകുമ്പോൾ തന്നെ നമ്മുടെ ചാനലിലെല്ലാം ചെക്ക് ചെയ്യുക. മോണിറ്റൈസേഷൻ ആകാനുള്ള ആ ഒരു ക്രൈറ്റീരിയ ഒക്കെ ഹാഫ് ആകുമ്പോഴത്തേന് നമ്മളെല്ലാം നോക്കി പ്രിപ്പയർ ആകുക. പിന്നെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവരുടെയും പ്രശ്നമാണ് ഈ ഞാൻ പറഞ്ഞല്ലോ വേറെയുള്ള പ്ലാറ്റ്ഫോമിൽ നിന്നൊക്കെ എടുക്കുമ്പോൾ ഈ റീയൂസ്ഡ് കണ്ടന്റ് കുറേ കിട്ടിയാലും നമുക്കത് പ്രശ്നമാകും. അപ്പം അതൊരിക്കലും നിങ്ങൾ ചെയ്യരുത്. പിന്നെയാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ടും ഇനി എൻ്റെ യൂട്യൂബിൽ എനിക്ക് എത്ര ഇൻകം കിട്ടിയെന്നുള്ളത്. അപ്പോൾ ഞാനിവിടെ UK-ലായതുകൊണ്ട് എൻ്റെ ഇൻകം വരുന്നത് പൗണ്ടിലാണ്. അപ്പോൾ ഒരു 60 പൗണ്ട് നമ്മുടെ അക്കൗണ്ടിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് കിട്ടും. അപ്പോൾ നാട്ടിലത്തെ പൈസ എനിക്ക് തോന്നുന്നു ഇന്നത്തെ എന്ന് വെച്ചാൽ ഒരു പൗണ്ട് എന്ന് വെച്ചാൽ 115 രൂപ. ആ ഒരു ഇതാണ് റേഷ്യോ ആണ് ഇതുള്ളത്. പക്ഷെ അത് ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും കുറേശ്ശെ മാറും കേട്ടോ. അപ്പോൾ എനിക്ക് ഏകദേശം ഒരു 60 and 75 ആയിട്ടുണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ എനിക്ക് തോന്നുന്നത് വെരി സൂൺ എൻ്റെ അക്കൗണ്ടിൽ വരും. അപ്പം ഇതാണ് എൻ്റെ യൂട്യൂബ് ജേണി. അപ്പം ഞാൻ പിന്നെയും പറയുവാണ്, ഒന്നും അറിയാൻ പാടില്ലാത്ത, ഈവൻ യൂട്യൂബിലെ പോളിസി പ്രൊസീജിയർ എങ്ങനെ വീഡിയോ പിടിക്കണമെന്ന് പോലും അറിയാൻ പാടില്ലാതെ യൂട്യൂബിലേക്ക് വന്ന എനിക്ക് 5 മാസം കൊണ്ട് എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആക്കാൻ പറ്റുമെങ്കിൽ ഔട്ട് ദെയർ നിങ്ങൾക്ക് എല്ലാവർക്കും അത് ചെയ്യാൻ പറ്റും. പക്ഷെ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക, ഒരു കാരണവശാലും പുറകോട്ട് പോകരുതും. ഒത്തിരി പ്രതിസന്ധികൾ വരും നമുക്ക് വ്യൂസ് ഉണ്ടാകാം, ആദ്യം പോകുമ്പോൾ വ്യൂസ് ഉണ്ടാകത്തില്ല, നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാകത്തില്ല. പക്ഷെ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ആ ഒരു നിങ്ങളുടെ ആ ഒരു പോസിറ്റിവിറ്റി വിടരുത്. കണ്ടിന്യൂസ് ആയിട്ടും കൺസിസ്റ്റൻസി കീപ്പ് ചെയ്ത് വീഡിയോ ഇടുക, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യുക. അതിൻ്റെ ആ ഒരു ബലം നമുക്ക് കിട്ടും. ഒരു 10 വീഡിയോ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ 11ാമത്തെ വീഡിയോ നമ്മുടെ വീഡിയോ ക്ലിക്കാകും. ഒരു 3-4 വീഡിയോ അങ്ങനെ ക്ലിക്കായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷനും ആകും. എനിക്ക് അങ്ങനെ എൻ്റെ ഒരു 4 വീഡിയോ ക്ലിക്കായപ്പോഴാണ് എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഗീവ് അപ്പ് ചെയ്യാതെ 100% ആത്മാർത്ഥതയോടെയും പോസിറ്റിവിറ്റിയോടും വർക്ക് ചെയ്യുക. എല്ലാവർക്കും എനിക്കാകാമെങ്കിൽ എല്ലാവർക്കും യൂട്യൂബിൽ സക്സസ്ഫുൾ ആകാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഞാൻ ഓൾ ദി ബെസ്റ്റ്. ഔട്ട് ദെയർ ചാനൽ തുടങ്ങിയവർക്കും ചാനൽ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നവർക്കും എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നിങ്ങളെല്ലാവരും പെട്ടെന്ന് സക്സസ്ഫുൾ ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. അപ്പോൾ ഈ വീഡിയോ ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ പെടുമെന്നാണ് എൻ്റെ വിശ്വാസം. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ ഇതിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇനിയും നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടെല്ലാം തരണമെന്ന് ശരിക്കും പറയാനും കൂടെ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. Until I come back with another video. Thank you so much.